ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടി നിൽക്കണ പോലുള്ള ഈ നിപ്പ് എന്തിനാണെന്നറിയോ? വാ പറഞ്ഞുതരാം. ഇത് കണ്ടോ നിങ്ങൾ? ഇതാണ് ഓലയുടെ ശവപ്പറമ്പ്. ആലുവയിലുള്ള ഓലയുടെ ശവപ്പറമ്പ്. ഇതിനകത്ത് എൻ്റെ വണ്ടിയുണ്ട്. ലോൺ എടുത്ത് പൈസ മുടക്കി ഞാൻ മേടിച്ച എൻ്റെ വണ്ടി. പൊന്നുപോലെ ഞാൻ നോക്കിയ വണ്ടി 2 മാസത്തിലധികമായിട്ട് ഇവിടെ വെയിലും മഴയും എല്ലാം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണേണ്. ഇതെൻ്റെ മാത്രം ഗതികേടല്ല കേട്ടോ. ഓല വണ്ടി എടുത്ത എല്ലാവരുടെയും ഗതികേട് ഇതാണ്. ഒരു പ്രാവശ്യം സർവീസ് സെൻ്ററിൽ ഒന്ന് കയറ്റി നോക്കണം. എല്ലാവരുടെയും ഗതികേട് ഇതാണ്. ഈ ഇരിക്കുന്ന വണ്ടികളെല്ലാം ഓരോരുത്തർ ലോണും കടവും എടുത്ത് മേടിച്ച വണ്ടികളാണ്. ഇതിൽ കാണുന്ന വണ്ടിയാണ് എൻ്റെ വണ്ടി. ഇവിടെ എല്ലാത്തിനും ഡിലേ ആണ്. ഇവിടെ വണ്ടി എടുത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്ന് ഇവിടെ നിന്ന് ഇറക്കി വെക്കാണ്ടില്ലേ, പിന്നെ ആളൊന്ന് വന്ന് നോക്കാണ്ടില്ലേ, പിന്നെ ടിക്കറ്റ് റേസ് ചെയ്യാൻ വെച്ചിട്ട് പോകണം. നമ്മൾ വെച്ചിട്ട് പോയിട്ട് ഞാൻ എൻ്റെ വണ്ടി തന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് റേസ് ചെയ്തത്. ടിക്കറ്റ് റേസ് ചെയ്യാണ്ടില്ലേ, പിന്നെ റേസ് ചെയ്ത ടിക്കറ്റ് എടുത്ത് വണ്ടി ചെക്ക് ചെയ്യാൻ, അതായത് ഞാൻ വെച്ചിട്ട് 2 മാസമായെന്ന് ഓർക്കണം. ഇതുവരെ അവർ വണ്ടി ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഏറ്റവും വലിയ ഡിലേ. ഇപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം അവർ റിപ്പോർട്ട് അയച്ച് പാർട്സ് വരണമെങ്കിൽ 2-3 മാസം പിടിക്കും. ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ 7-8 മാസമായിട്ട് പാർട്സും വെയിറ്റ് ചെയ്തിരിക്കുന്ന വണ്ടികളുണ്ട്. പിന്നെ ഈ കാണുന്ന അത്ര വണ്ടികളൊന്നും അല്ല കേട്ടോ. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇവർക്ക് വേറെ ഗോഡയും തൊട്ടപ്പുറത്തുണ്ട്. അതിനകത്തൊക്കെ നിറയെ വണ്ടികളാണ്.